Dear students, Day 10 homework question number 11 ചെയ്യുന്നതിൽ ചില കുട്ടികൾ സംശയം ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാനത് ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് കരുതിയാണ്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കൈവശമുണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയുകയാണ്. From the following particulars relate to the subscription received as per receipts and payments account for the year ending 31st December 2015. പിന്നീട് അതിന് താഴെ the club has 200 members each paying an annual subscription of ₹100. Subscription outstanding on 31st December 14 was ₹8,000. ഇക്കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക കണ്ടുപിടിക്കുകയാണ്. നമുക്ക് 200 മെമ്പർമാരുണ്ട്, ഒരാൾ 100 രൂപ വെച്ച് തരണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആകെ കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ 1 total amount of subscription to be received in 2015. 2015 ആകെ നമുക്ക് ലഭിക്കേണ്ട തുക എന്ന് പറയുന്നത് 200 മെമ്പേഴ്സുണ്ട്, ഒരാൾ 100 രൂപ വെച്ച് തരണം. അപ്പോൾ 20,000 രൂപയാണ് ലഭിക്കേണ്ടത്. എമൗണ്ട് റിസീവ്ഡ് നമുക്ക് ആകെ ലഭിച്ചത് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുന്നുണ്ട് 18,000 രൂപ. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 2015 നമുക്ക് കണ്ടുപിടിക്കാം. 20,000 മൈനസ് 18,000 ആണ്. അത് 2,000 റുപ്പീസ് ആയിരിക്കും. 2,000 രൂപയാണ് നമുക്ക് കിട്ടാതെ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 2014 നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് പിന്നാലെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ തുക നമുക്ക് എഴുതി വെക്കുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് കാണാം. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡ് ഇൻകം ആണ്. അപ്പോൾ അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് തുക എന്ന് പറയുന്നത് ഇതാണ്. ആകെ നമുക്ക് ലഭിച്ചേക്കുന്നത് 28,000 രൂപ ലഭിച്ചിട്ടുണ്ട്. അതിൽ 2015 വേണ്ടി തന്നെ ലഭിച്ചേക്കുന്നത് 18,000 രൂപയാണ്. അപ്പോൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2015 18,000. 2015 വേണ്ടി മാത്രം കിട്ടിയത് 18,000 രൂപയാണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2015. 2015 വേണ്ടി ഔട്ട്സ്റ്റാൻഡിങ് ആയ തുക നമ്മൾ താഴെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2,000 രൂപയാണ്. അപ്പോൾ 20,000 രൂപയാണ് ഈ ഒരു വർഷം നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇതാണ്, 20,000 രൂപയാണ്. അത് കണ്ടുപിടിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, വീണ്ടും നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതാണ്. ക്ലബിൻ്റെ മെമ്പേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ സെൻറ്റൻസിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് on 31st December 2014 was ₹8,000. അപ്പോൾ 8,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നു 2014 ക്ലോസിംഗ് ഡേറ്റിൽ. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റിലെ കുടിശ്ശിക തന്നെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ കുടിശ്ശിക തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി വയ്ക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ഇതാണ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1st January 2015.
ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. താഴത്തത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ 8,000 രൂപയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എഴുതി വെക്കാം, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2014. 2014 തരേണ്ടിയിരുന്നതും എന്നാൽ തരാതെ പോയതുമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന തുക 8,000 രൂപയാണ്. അത് നമുക്ക് കിട്ടിയത് ക്വസ്റ്റ്യനിൽ നിന്ന് ലഭിച്ചതാണ് 8,000 രൂപ എന്നുള്ളത്. മറ്റു ഐറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മാത്രം വെച്ച് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് തയ്യാറാക്കുകയാണ്. അത് ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതി വെക്കാം, ക്യാപിറ്റൽ ഫണ്ട് ഈസ് ഈക്വൽ ടു 8,000 എഴുതാം. വേറെ ഐറ്റം നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. തന്ന ഇൻഫർമേഷൻസ് മാത്രം വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റാണ്. കാരണം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. അസറ്റ് സൈഡിൽ 8,000 ഉണ്ട്, ലയബിലിറ്റി സൈഡിലും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ക്യാപിറ്റൽ ഫണ്ടാക്കി മാറ്റുന്നു 8,000 രൂപ. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് പോകാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന മറ്റ് കാര്യങ്ങൾ കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2014 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, അത് മുഴുവനും പിരിഞ്ഞ് കിട്ടിയിട്ടില്ല. 2015 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 2016 അഡ്വാൻസ് കുറച്ച് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ ബാലൻസ് ഷീറ്റിൽ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. ആദ്യം എഴുതി വെക്കാവുന്ന കാര്യം ഇതാണ്. 2015 ഔട്ട്സ്റ്റാൻഡിങ് 2000, അത് നമുക്ക് തീർച്ചയായിട്ടും അസറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് ഞാൻ എഴുതിയാണ്. ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെക്കുന്നു, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2015. ഞാൻ ആദ്യം എഴുതുവാണ് 2000. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2015 2000 എഴുതി വെച്ചിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 2015 20,000 കിട്ടേണ്ടതായിരുന്നു, 18 കിട്ടിയുള്ളൂ. അതുകൊണ്ട് 2,000 രൂപ കുടിശ്ശികയുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2014 ആണ്. അത് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2014 വാസ് ₹8,000. ഇവിടെ പറഞ്ഞേക്കുന്നു. ഇവിടെ തന്നേക്കുന്നു 2014 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 7,000. അപ്പോൾ അവിടെ ഒരു കുടിശ്ശിക 8,000 കിട്ടേണ്ട സ്ഥാനത്ത് 7,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക ഇവിടെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. രണ്ടാമത്തെ കുടിശ്ശിക അതാണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2014 as on 31st December 2015. അപ്പോൾ 31st December 2014 8,000 ഉണ്ടായിരുന്നു. 31st December 2015 ഉള്ള തുക എന്ന് പറയുന്നത് ഇതാണ്, ഈസ് ഈക്വൽ ടു 8,000. വർഷത്തിൻ്റെ തുടക്കത്തിൽ 8,000 രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. വർഷത്തിൽ നമുക്ക് 7,000 രൂപ പിരിഞ്ഞ് കിട്ടി. അപ്പോൾ ഇനി കുടിശ്ശികയുള്ളത് 1,000 രൂപ. അപ്പോൾ 2014 1,000 രൂപ ഇനിയും പിരിഞ്ഞ് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ 2015 കുടിശ്ശിക 2,000 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൂടെ നമ്മൾ പുതിയ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുകയാണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2014, അത് 1,000 രൂപയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2014 ആസ് ഓൺ 31st December 2015. ഈ 31st December 2015 എന്ന് പറയുന്ന ക്ലോസിംഗ് ഡേറ്റാണ്. ഈ വർഷം അവസാനം ഈ ഒരു വർഷത്തിനിടയിലാണ് 7,000 രൂപ കിട്ടിയത്. 7,000 രൂപ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് 8,000 മൈനസ് 7,000 ഈസ് ഈക്വൽ ടു 1,000. അപ്പോൾ അതുകൂടെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി. ഇനി മറ്റൊരു കാര്യം കൂടെ ക്വസ്റ്റിനെ കിടപ്പുണ്ട്. അത് ഇതാണ്, 2016 3,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം നമുക്ക് ആകെ ലഭിച്ചേക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഈ പറഞ്ഞ 18,000 പ്ലസ് 7,000, 18 25 പ്ലസ് 3 28,000 രൂപ കിട്ടിയിട്ടുണ്ട്. 28,000 രൂപയിൽ 18,000 രൂപ 15-ന് വേണ്ടി കിട്ടിയതും 14 കുടിശ്ശികയായിട്ട് കുടിശ്ശികയിൽ 7,000 രൂപയും
പിന്നെ 16ലേക്കുള്ള റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ഈ 3000 രൂപ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ലയബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ലയബിലിറ്റി നമ്മളിവിടെ കാണിക്കുകയാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമുക്ക് കാണാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2016, അത് 3000 റുപ്പീസ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 3000 റുപ്പീസ് കിട്ടുന്നു, ഇവിടെയും 3000 കിട്ടുന്നു. അപ്പോൾ പിന്നെ ക്യാപിറ്റൽ ഫണ്ടൊന്നുമില്ല. അപ്പോൾ ഇതായിരിക്കും ആൻസർ. റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആദ്യം. അവിടെ എക്സ്പെൻസ് സൈഡിൽ ഐറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇൻകം സൈഡിൽ മാത്രം 20,000 രൂപ സബ്സ്ക്രിപ്ഷൻ്റെ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് 2014 8,000 രൂപ കുടിശ്ശിക സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അത് കാണിക്കുന്നു. അത് ക്യാപിറ്റൽ ഫണ്ടായിട്ട് മാറുന്നു. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് 3,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്. അത് 15-ലെ 2,000 രൂപയും 14-ലെ 1,000 രൂപയാണ്. അതുപോലെ തന്നെ 16-ലെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 3,000 ഉണ്ട്. അതുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ടില്ല, ബാലൻസ് ഷീറ്റിൽ 3,000 രൂപയ്ക്ക് ടാലി ആവുന്നു. കാൽക്കുലേഷൻസ് 2 കാൽക്കുലേഷൻസ് ഉണ്ട്, അത് നമുക്ക് തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കാം. നിങ്ങളുടെ ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.